എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എന്താ ഓട്ടം വെച്ച് ഓട്ടമാണ്, വേറെ എങ്ങോട്ടും അല്ല കടയിലോട്ടാണ്. അപ്പോൾ ഏത്തപ്പഴം വാങ്ങിക്കാനുള്ള ഓട്ടമാണിത്. ഇന്നലെ രാത്രി ആ മനുഷ്യൻ വിളിച്ച് ചോദിച്ചതാണ് നാളത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന്. അപ്പോഴേ ഒന്നും ഓർമ്മ വരില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന്. പിന്നെയാണ് ആലോചിച്ച് ഇന്ന് രാവിലെ കേശു പറഞ്ഞതാണ്, അമ്മേ എനിക്കിന്ന് രാവിലെ വാഴയ്ക്കപ്പം ഉണ്ടാക്കി തരണേന്ന്. അത് മറന്നുപോയി. അപ്പോൾ അതിനുള്ള ഏത്തപ്പഴം വാങ്ങിക്കാൻ വേണ്ടിയാണ് ഓടിയത്. അങ്ങനെ ഓടിപ്പോയി പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇനിതാ നേരെ അടുക്കളയിലോട്ട്. അല്ലെങ്കിൽ എപ്പോഴും ഉള്ള സ്വഭാവമാണ് കേട്ടോ. രാത്രി ചേട്ടൻ കടയടച്ച് വരാൻ നേരത്ത് വിളിച്ച് ചോദിക്കും നാളത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണോ, കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് എല്ലാം ഉണ്ടോ. അപ്പോഴൊന്നും ഓർമ്മ വരില്ല. അപ്പോൾ ഞാൻ പറയാം എല്ലാം ഉണ്ടെന്ന് പറയും. പിന്നീടായിരിക്കും അയ്യോ ആ സാധനം വേണമല്ലോ, ഈ സാധനം വേണമല്ലോ എന്നൊക്കെ ആലോചിക്കണത്. അപ്പോൾ ഇനി രാവിലെ ചായ ഇടാനായിട്ട് പോവുകയാണ്. ചായ ഇടാൻ പോകുമ്പോഴേക്കും എന്തെന്ന് വെച്ചാൽ ചായ വെറുതെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നല്ലൊരു ഏലക്ക ചായയോ അല്ലെങ്കിൽ ഗ്രാമ്പൂ ചാലയല്ല ചായയോ ഇഞ്ചി ചായയോ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഏലക്ക എന്തെന്ന് വെച്ചാൽ കുറച്ച് ഏലക്ക എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇടുന്നത് വേറെ ഒന്നിനുമല്ല, അല്ലെങ്കിൽ ഏലയ്ക്ക് പൊടിഞ്ഞ് കിട്ടൂല. അതിങ്ങനെ ഒരു ചതഞ്ഞതുപോലെയൊക്കെ കിടക്കും. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിക്കാമെങ്കിൽ നന്നായിട്ട് അത് പൊടിഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തേയിലയിൽ അങ്ങ് ഇട്ട് വയ്ക്കും. അപ്പോൾ തേയിലയിലിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ എപ്പോഴും ചായ ഇടുമ്പോഴും അപ്പോഴും ഏലയ്ക്ക ഇടാൻ വേണ്ടി നിൽക്കേണ്ട. ഞങ്ങൾ മിക്കവാറും ഇതുപോലെ തന്നെ ഇട്ട് വയ്ക്കും. ചിലപ്പോൾ ഞാൻ ഗ്രാമ്പൂവും കൂടെയൊക്കെ ഇടും. ഇന്ന് അതൊന്നും ഇട്ടില്ല, ഏലയ്ക്ക മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ നല്ലൊരു ഏലയ്ക്ക ചായയൊക്കെ ഇട്ടപ്പോഴേക്ക് അമ്മ അവിടെ കേശുവിന് കൊണ്ടുപോകാനായിട്ട്. പിന്നെ കേശുവിന് കൊണ്ടുപോകാൻ മാത്രമല്ല, നമുക്കിവിടെ രാവിലെ ഇന്ന് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ മറ്റേ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവായതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവ് തന്നെ വാങ്ങണം കേട്ടോ. നമുക്ക് ജോലി ഒരു പകുതി ഒരു 3/4 ഭാഗം കുറയും ഇടിയപ്പം ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ആ മാവൊക്കെ വാങ്ങിച്ച് അമ്മ അവിടെ അത് നനയ്ക്കുകയാണ്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ കേശുവിന് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം ഇങ്ങനെ പിച്ചിട്ടിട്ട് നൂഡിൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഇടിയപ്പമായിട്ട് തന്നെ കറിയുമായിട്ടൊക്കെ കൊടുത്തു വിടാമെന്ന്. അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടി. ഈ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴേക്കും ഇന്ന് എന്തോന്ന് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം, കേശുവിന് ഇഷ്ടപ്പെട്ട എന്തൊക്കെ ഉണ്ടാക്കാമെന്നാണ് എപ്പോഴും ചിന്ത. എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴും നമുക്കിതായിരിക്കും പറയാനുള്ളത്. ഒരു വക കഴിക്കൂല, ആ ഒരു പരാതി എല്ലാവരുടെ വായിൽ നിന്നും കേൾക്കാനുള്ള. എന്ത് സാധനം ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ അതിനെ പിച്ചിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരും. പിന്നെ ഈ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കേശുവിന് ഇഷ്ടമുള്ളതാണെങ്കിൽ പിന്നെ മോൻ കഴിച്ചിട്ട് വരും. ഞാൻ എപ്പോഴും പറയും പോലെ വീട്ടിൽ നിൽക്കുന്ന ദിവസം പച്ചവെള്ളം കുടിക്കൂല. എങ്ങനെ ഇങ്ങനെ നിൽക്കണമെന്തോ, ഇവിടെ അമ്മ പറയും എങ്ങനെ ഉയിര് കിടക്കണമെന്തോ എന്ന് പറയും. അതേപോലെയാണ് കേശുവിൻ്റെ കാര്യം. അങ്ങനെ ഇതാ ഇനി മുട്ടക്കറി വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ എണ്ണയൊഴിച്ച് പിന്നെ അത് കടുകും കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അങ്ങനെ ആ സവാളയും കൂടെ ഇട്ട് കൊടുത്ത് പച്ചമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിക്കറി വയ്ക്കാൻ ഭയങ്കര ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയിൽ കുറച്ച് സോഡാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല അഴുകി നല്ല സൂപ്പറായിട്ടുള്ള ഉള്ളിക്കറി കിട്ടും. ഇങ്ങനെയാണ് ഹോട്ടലിലൊക്കെ വെക്കണത്. അത് പക്ഷെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ അങ്ങനെ വെക്കാറുണ്ട്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് അങ്ങനെ വെക്കാനില്ല. ചേട്ടൻ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് സോഡാപ്പൊടി ഇട്ട് ഉള്ളിക്കറി വെക്കരുതെന്ന്. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നന്നായിട്ട് ഉള്ളി ഇങ്ങനെ അഴുകി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല ഫ്ലെയിം നല്ല താഴ്ത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. നമുക്ക് കുറച്ച് ഇപ്പോൾ ഇത് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും. എന്നാലും അത് ഇരുന്ന് നല്ല അഴുകി നമുക്ക് ആ ഉള്ളി കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഉള്ളിക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഉള്ളിക്ക് പച്ചച്ചവ ഉണ്ടായിരുന്ന ഒരുമാതിരി ഇരിക്കുമല്ലോ. അങ്ങനെ ആ സമയം കൊണ്ട് അമ്മ അവിടെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ മുട്ടക്കറിക്കുള്ള മുട്ടയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം പിഴിഞ്ഞ് അടുപ്പത്താക്കി. ആ ഇടിയപ്പം പിഴിയണത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. മുമ്പ് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു, ഞാനും അനിയത്തിയൊക്കെ. നമുക്കിതെന്തോ ഭയങ്കര സംഭവം പോലെയാണ്. അതുപോലെ ഞാനന്ന് വിചാരിക്കും ഇങ്ങനെ പിഴിഞ്ഞ് വയ്ക്കുമ്പോൾ തന്നെ ഇടിയപ്പം റെഡി ആവുമെന്ന്. അത് വേവിക്കണമെന്നുള്ള ബുദ്ധിയൊന്നും അന്നില്ലല്ലോ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാത്രം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഇളക്കി ഒന്നും നിൽക്കേണ്ട. കുറച്ച് ചിലപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയും. പിന്നെ എനിക്ക് ജലദോഷം നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി എന്തൊരു പാടാണെന്ന് അറിഞ്ഞുകൊണ്ട് ജലദോഷം വന്നാൽ എൻ്റെ കാര്യം പോക്കാണ്. എനിക്ക് തലപ്പൊക്കി എണീക്കാനും പറ്റില്ല. വന്നാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള ജലദോഷമാണ് എനിക്ക് വരണത്. തലവേദന, എഴുന്നേക്കാൻ വയ്യ, മൂക്കടപ്പ്, തൊണ്ടവേദന, സൗണ്ട് വർക്ക്, അങ്ങനെ കുറേ നാളായി ജലദോഷം വന്നിട്ട്. ഇന്നലെ ഇവിടെ ഈ മനുഷ്യന് നല്ല കടുത്ത ജലദോഷമായിരുന്നു. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു എവിടെ നിന്നോ ജലദോഷം കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി നമുക്ക് എല്ലാവർക്കും അതിങ്ങി കൊണ്ട് തന്നോളും. അങ്ങനെ രാവിലെ അച്ഛനും മോനും കൂടെ പല്ല് തേക്കൽ മത്സരം നടക്കുകയാണ്. ഇപ്പോൾ കേശുവിനെ പെട്ടെന്ന് പല്ല് തേപ്പിക്കാനുള്ള നമ്മുടെ ഐഡിയ ഇതൊക്കെയാണ്. അപ്പോൾ ചേട്ടനും കൂടെ വന്നിട്ട് ആരാണ് ഫസ്റ്റ് പല്ല് തേക്കണമെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പല്ല് തേക്കും. അപ്പോൾ കേശു പെട്ടെന്നൊക്കെ അങ്ങ് പല്ല് തേച്ചോളും. ഇനി ഇത് ഉണ്ടാക്കണമല്ലോ, എന്തോന്ന് കേശുവിന് കൊണ്ടുപോകാനുള്ള വാഴക്കപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഞാനതിൽ കുഞ്ഞനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ മുമ്പ് സ്പൂണിൽ ഇങ്ങനെ കോരിയൊഴിച്ച് ഉണ്ടാക്കണത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും വാഴക്കപ്പമായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. വട മോന് വലിയ താല്പര്യമില്ല, വട കഴിക്കും, എന്നാൽ ഈ വാഴക്കപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പഴമൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതിനകത്ത് ചെറിയ കുഞ്ഞ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിലൊന്നും വലിയൊരു വാഴക്കപ്പം ഉണ്ടാക്കി മോന് കൊണ്ടുപോകാനും പറ്റില്ല. അതൊക്കെ ഒത്തിരി പാടല്ലേ. കൊച്ചു പിള്ളേർക്ക് എപ്പോഴും കുഞ്ഞു സാധനങ്ങളല്ലേ നല്ലത്. അപ്പോൾ അതാ വാഴക്കപ്പം ഇന്ന് മൈദാമാവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അയ്യോ മൈദ കൊടുക്കല്ലേ ചേച്ചി, അല്ലെങ്കിൽ മൈദ കൊടുക്കല്ലേ നിജി എന്ന് പറഞ്ഞ് ആരും ആളെടുക്കല്ലേ. ഞാനിത് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെയൊക്കെ മൈദാമാവിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ കുറച്ച് മൈദാമാവ് തട്ടി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനങ്ങനെ ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ കുറച്ച് സോഡാപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പഴം ഇതിലെടുത്ത് മുക്കി ഒന്ന് പൊരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ സോഡാപ്പൊടി നല്ലതല്ല, മൈദാമാവ് നല്ലതല്ല, ഒക്കെ ശരിയാണ്. നമുക്ക് വല്ലപ്പോഴും കൊടുക്കണതിനൊന്നും പ്രശ്നമില്ല. ഈ തീരെ നമ്മൾ ഒന്നും കൊടുക്കാണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് മാറിപ്പോവുമല്ലോ. അപ്പോഴേക്കും അവർ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കുറേശ്ശേക്ക് ഇതൊക്കെ എല്ലാം വേണം. എല്ലാം ഒന്നും ഓവറായി പോവാതിരുന്നാൽ മതി. എല്ലാം ഒരു പരിധിക്കാണെങ്കിൽ ഒന്നിനൊരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ വെയിലത്ത് കൊണ്ട് പോകുമ്പോഴേക്ക് തൊപ്പി വയ്ക്കാതെ പിള്ളേരെ വെളിയിറക്കൂല, മഴ കൊള്ളിക്കൂല, അങ്ങനെയുള്ള ഒരു പുതുമയും നമ്മളെ വീട്ടിലില്ല. കുറേയൊക്കെ അവർ വെയിൽ കൊള്ളണം, കുറേയൊക്കെ മഴയൊക്കെ ഏൽക്കണം, എന്നാൽ മാത്രമേ അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആവുള്ളൂ. ഞാനെപ്പോഴും കേശുവിനോട് പറയും തീ കുരുത്തവനായിരിക്കണമെങ്കിൽ വെയിലത്ത് വാടിപ്പോവാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേയൊക്കെ അങ്ങനെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് നോക്കണം. പിന്നെ പച്ചവെള്ളം കൊടുക്കില്ല, ചൂടുവെള്ളം മാത്രമേ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ടാപ്പ് വാട്ടറൊക്കെ കൊടുക്കും, പച്ചവെള്ളമൊക്കെ കൊടുക്കും. എല്ലാം അവർ ശീലിച്ച് വരണമല്ലോ. എല്ലാം ശീലിച്ചാലേ എല്ലാത്തിനും ഒന്ന് പാകപ്പെട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ കുറേ സമയം ആയപ്പോഴേക്കും നമ്മുടെ ഉള്ളി നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ അവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു മുട്ട അതിലിട്ടപ്പോഴും ഞാൻ ആലോചിച്ചത് കേശുവിനൊരു മുട്ട അവിച്ചത് രാവിലെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ മുട്ട അവിച്ചത്. അപ്പോൾ അതും കൂടെ ഓർമ്മിക്കാതെ എടുത്ത് കറിയിലിട്ട് പിന്നെ ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ച് ചിലപ്പോൾ ഒരു പകുതി മുട്ടയൊക്കെ കഴിച്ചിട്ട് പോകും. എന്നാലും അത്ര മതി, ഒരു സമാധാനം ഉണ്ടല്ലോ. 9 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ അവർ മോർണിംഗ് സ്നാക്സ് കൊടുക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നിർബന്ധിച്ച് കഴിപ്പിച്ച് വിടാറുമില്ല. വേണമെങ്കിൽ മാത്രമോ കഴിച്ചുകൊണ്ട് പോയാൽ മതി. എന്തായാലും സ്കൂളിൽ ചെല്ലുമ്പോൾ 9 മണിക്ക് തന്നെ അവർ ഫുഡ് കൊടുക്കണുണ്ടല്ലോ. അപ്പോൾ അവിടെ ആകുമ്പോഴേക്ക് ടീച്ചർമാരെ പേടിച്ചെങ്കിലും ഒക്കെ കുറേശ്ശേക്ക് അങ്ങ് കഴിച്ചോളും. പിന്നെ ഞാനീ പറയും പോലെ കേശുവിന് ഇഷ്ടപ്പെട്ട ആഹാരമാണെന്നുണ്ടെങ്കിൽ മോന് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ടെൻഷനില്ല. വീട്ടിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ അവന് ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ അതാ ഇപ്പോൾ ഞാൻ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ടത് ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഇളക്കി കൂട്ടി ഒന്ന് എടുത്താൽ നല്ല കിടിലൻ മുട്ടക്കറി ഇതാ ഇവിടെ റെഡിയാവും. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് കേശുവിന് കൊണ്ടുപോകാനുള്ള ഈ വാഴയ്ക്കപ്പം ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ മുട്ടക്കറി ഒരു അല്പം കേശുവിന് കൊടുത്തു വിടണം. ഉച്ചത്തേക്ക് ഇടിയപ്പമാണല്ലോ കൊടുത്തു വിടണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിയും കൂടെ വയ്ക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ വെപ്രാളപ്പെട്ട് ഇത്രയും രാവിലെ തന്നെ മുട്ടക്കറി വെച്ചത്. അപ്പോൾ ഇനി വാഴയ്ക്കപ്പം കൂടെ പൊരിച്ചെടുക്കണം. ഇത്രയേ ഉള്ളത്. ഇപ്പോൾ വാഴയ്ക്കപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. കേശുവിന് ഒരു 2 or 3 അത്ര മതി. ബാക്കി ഇനി നമുക്ക് രാവിലെ നമ്മൾ കാപ്പി കുടിക്കുമ്പോഴേക്ക് അതിൽ കൂടെ കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ നമ്മൾ തിരുവനന്തപുരംകാരാണ് ഈ കാപ്പി കുടിയെന്ന് പറയണത്. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ നാട്ടിലൊക്കെ കാപ്പി കുടി എന്ന് തന്നെയാണ് പറയണതെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ അറിഞ്ഞുകൂടല്ലോ. ഇപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും പോലെ മനസ്സിലാക്കി വരണത്. പല സ്ഥലത്തും പല നാട്ടിലും പലതിനും പല പേരാണെന്നുള്ളത്.
അപ്പോൾ കാപ്പിക്കുടി എന്നുള്ളത് വലിയ ഇപ്പോൾ ഏകദേശം കോമൺ ആണെന്നാണ് തോന്നണത് കമൻസുകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്താ എല്ലാവർക്കും റെഡിയായി. കേശുക്കുട്ട സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇനി മോനെ കൊണ്ടാക്കിയിട്ട് നേരെ ചന്തയിൽ പോകണം. മണ്ണ് 600 രൂപയുടെ സാധനമാണ് തരുന്നത്. നന്നായിട്ട് തരരുത്. രാവിലെ 100 നിങ്ങൾക്കല്ലേ ലാഭം. നോക്കത്തില്ല ആളുകൾക്കാ അങ്ങനെ ചേച്ചി വള. ഇത് 250, ഇത് 200. വൈകുന്നേരം കൊള്ളാം. രാവിലെ ഐശ്വര്യത്തോടെ കിട്ടൂല. മുമ്പേ ഞാൻ കണ്ടില്ല. എവിടെ സൈഡിൽ കൂടെ തന്നെ ഇവിടെ കാല് വയ്യാത്തോണ്ട് വരെയായിരുന്നു. ഞാൻ കണ്ടില്ല. കണ്ടെങ്കിൽ ഇവിടെ എത്തിയപ്പോ ഞാൻ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടെ മോളെ എടുക്കട്ടെ 250 രൂപ. എല്ലാവരും 400 രൂപ വേണം. 5-6 ദിവസമായില്ലേ? ഓ കുറച്ച് വാള വാങ്ങിച്ചമ്മ. ഓ വാങ്ങിച്ചമ്മ. മരിച്ചിട്ട് വേണേ അമ്മ. അമ്മയുടെ കേട്ടുണ്ട്. എത്ര എടുക്കട്ടെ? 1 കിലോ മതി. ഓ മതി അമ്മ. ഓ 250. വേണ്ട മതി. ഇത് മതി ഇപ്പൊ. നല്ല കീര എങ്ങനെയാ ഇത്? 20 രൂപ. ചില്ലറ ഉണ്ടാ? എന്നിട്ട് കൊണ്ടുപോകാം. നീ എന്നും വേണോ? നീ എന്നെ ഇല്ലെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങിക്കുമ്പോഴേ, ഇല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ചില്ലറ ഇല്ലാന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ നാളെ വാങ്ങിക്കോ. നീ വരണ തന്നെയല്ലേ ഇവിടെ. പീണിക്കുന്നത് വേണ്ട ഇത്. മരിച്ചിനൊക്കെ വാങ്ങിച്ചു. ഈ ചട്ടി എത്ര രൂപ? ആ ചെറിയ ചട്ടി 90. അതാ ഗ്യാസിൽ വെച്ചാൽ പൊട്ടിപ്പോകും. ഇല്ല ഇല്ല, ഇത് ഗ്യാസിൽ വെച്ചാൽ പൊട്ടില്ല. നോക്കിയാണ് ഈ വലുതൊക്കെ എത്ര രൂപ? വില ചോദിക്കുന്നതാണ്. ഇതൊക്കെ എത്ര രൂപ? ഇത് 150. ഞാൻ വാങ്ങിയാണ്. അമ്മ ഏത് ചട്ടി എടുത്താൽ കാതുള്ളതാണ് എടുത്താൽ? മറ്റൊന്നും കൂടെ നോക്കട്ടെ അമ്മ. പിന്നെ കൊണ്ടുപോകും. കൊള്ളാം. കൂടെ കൊള്ളാം. ഇത് മതി. പിന്നെ കുറെ പെണ്ണുങ്ങളെ കൊണ്ട് ജീവിക്കാന്ന് പറഞ്ഞില്ല. അതിവിടെ വരുമ്പോ എല്ലാരും ഇവര് തൂക്കിയിട്ട് വേണ്ട ഇരിക്കുവായിരുന്നു. അവരൊന്നും ഞാൻ അല്ലാണ്ട് വേണ എന്റെ കുട്ടിയാരാ. അത് ഇത് 90 അല്ലേ അമ്മ? ഇതെന്തരമ്മ അത്? ആ കരുവാട് ഇനി അയലക്കരുവാട്. പൊരിക്കാൻ നല്ലത് ഏതാണ്? കറി ഇതേത് പറഞ്ഞ? ഇത് കോര. ഇത് അയല. അല്ല ഇതിനകത്ത് മതി എനിക്ക് പൊരിക്കാനും കൂടെ. ഓ മതി മതി. അയലക്കരുവാട് കണ്ടപ്പോൾ ഒരു പൊടി. അയലക്കരുവാട് നല്ല മണവും നല്ല
കുറേ ദിവസമായി ചന്തയിൽ വന്നിട്ട്. അങ്ങനെയാണ് നേരെ കേശുവിനെ കൊണ്ടാക്കിയിട്ട് ചന്തയിൽ വന്നത്. ചന്തയിൽ നേരെ വന്നെന്ന് പറയാൻ പറ്റില്ല, കട തുറന്ന കടയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ചന്തയിലോട്ട് പോയത്. ചന്ത കൂടുമ്പോൾ ഏകദേശം 10 മണി ആയാലും ചന്ത കൂടെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ചിലപ്പോൾ 9:30 പോകുമ്പോൾ അവർ വന്ന് ഇറങ്ങിയിട്ടേ ഉണ്ടായിരിക്കുള്ളൂ. എനിക്ക് പിന്നെ ചെറിയൊരു പണി കിട്ടി. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ഷോൾ ചതിച്ച് കുറേയൊക്കെ അതാണ് ഇങ്ങനെ ക്യാമറയിൽ കൂടെ ഷോളും കൂടെ ഫോണിൽ കൂടെ ഷോൾ വീണിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഇത് വന്നു പോയത്. അങ്ങനെ ഇന്ന് ചന്തയിൽ പോയപ്പോഴേക്കും നല്ലൊരു വാളമീൻ കിട്ടി. അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ ചട്ടി വാങ്ങിച്ച്. എനിക്ക് അങ്ങനത്തെ ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ രസവും മോര് കറിയൊക്കെ വെക്കാനായിട്ട് അങ്ങനത്തെ ചട്ടിയല്ലേ നല്ലത്. അങ്ങനെ ഒരു ചട്ടി വാങ്ങിക്കാനായിട്ട് പറ്റി. മരിച്ചിനി വാങ്ങിച്ച്, ചീര വാങ്ങിച്ച്, ചുവപ്പ് ചീരയൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ വന്ന പാടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കേശുവിൻ്റെ ലഞ്ച് ബാഗ് കഴുകിയിടാനുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് കേശുവിന് ഇപ്പോൾ 2 ലഞ്ച് ബാഗ് ഉള്ളതുകൊണ്ട് കൊള്ളാം. അപ്പോൾ ഇതിൽ ഇന്നലെ എന്തോ കറി എന്തൊക്കെ ഇത് ബാഗിലായിട്ട് രാവിലെ എടുത്തപ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച് മറ്റേ ബാഗിലാണ് കേശുവിനൊന്ന് കൊടുത്തു വിട്ടത്. അത് ചെറിയ ബാഗാണ്. അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് കഴുകിയിട്ടാലും നല്ല വെയിലുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതങ്ങ് ഉണങ്ങുമല്ലോ. അപ്പോൾ നാളെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചിട്ട് വന്ന പാടെ ഞാൻ ആ ബാഗ് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വന്ന് ചോദിച്ചു, നീ വിപ്രാളപ്പെട്ട് ബാഗ് കഴുകാനായിട്ട് നാളെ സ്കൂളില്ലല്ലോ എന്നുള്ളത്. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് ശനിയാഴ്ചയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. എങ്കിൽ കിടന്ന് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല, നാളെ ബാഗ് കഴുകി ഇട്ടാൽ മതിയായിരുന്നല്ലോ. എന്തായാലും അങ്ങ് കഴുകി. പിന്നെ ഇനി അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങ് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ചില സമയം ഒന്നും ഓർമ്മയില്ല, നാളെ എന്തോ ദിവസം ഒന്ന് പോലും ഞാൻ മറന്നുപോകും. അങ്ങനെ ആ പൈപ്പിൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂക്കിയും ഇട്ടേക്കും. അപ്പോൾ അവിടെ കിടന്ന് വെള്ളവും മാറുന്നു, നല്ല വെയിലുമാണ്, അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. അപ്പോഴേക്ക് ഇനി അടുത്ത് ചീര വെക്കണം, ചീര തോരൻ വെക്കണം. കുറേ ദിവസമായി ചുവപ്പ് ചീര കിട്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിയത്. ഈ ഒരു പിടിക്ക് 20 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് തന്നെ ധാരാളം. ഇത് തന്നെ നമ്മൾ 2 ആക്കിയായിരിക്കും വെക്കാൻ പോണത്. പിന്നെ മരിച്ചിനിയുണ്ട്. മരിച്ചിനി നല്ല ഭംഗിയായിട്ട് നല്ല വെണ്ണ പോലെ വേവണ മരിച്ചിനിയാണ് കിട്ടിയത്. അങ്ങനെ മരിച്ചിനിയും കറി വെക്കണം, ചീര തോരനും വെക്കണം, പിന്നെ വാളമീനും വെക്കണം. പിന്നെ 2 ദിവസം മുന്നേ എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി കുറേ നേരം സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇനി ഡിസംബറിൽ ഇവിടെ വരുമ്പോഴേക്കും പുള്ളിക്കാരി എറണാകുളത്താണെങ്കിൽ ഹസ്ബൻഡ് ഇവിടെ പോകാറാണ്. അപ്പോൾ ഇനി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാമെന്നൊക്കെ ആൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആൾ ഈ വാളമീനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞേട്ടോ. അവരുടെ നാട്ടിലന്ന് വാളമീൻ അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല, അവരങ്ങനെ വാങ്ങാറുമില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിജിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് വാളമീൻ വാങ്ങിയത്. വാങ്ങി കറി വെച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരുവനന്തപുരംകാർക്ക് മാത്രമാണോ എന്ന് അറിഞ്ഞൂടെ ഈ വാളമീൻ ഇത്രയും പ്രിയമായിട്ടുള്ളത്. ചന്തയിൽ വാളമീൻ കണ്ടാൽ പിന്നെ നമ്മൾ ആരും ഈ തിരുവനന്തപുരത്തുള്ള ഒറ്റ മനുഷ്യരും വാളമീൻ വിടാറേയില്ല. അത്രയ്ക്ക് ഫേവറേറ്റാണ് നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ വാളമീൻ അത്ര വലിയ താല്പര്യമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ നല്ല പച്ച ഫ്രഷ് മീൻ കിട്ടണം നമുക്ക് മാത്രമല്ലേ ഉള്ളൂ. കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോയാൽ കായൽ മീനായിരിക്കും കൂടുതൽ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാളയെന്ന് പറയുമ്പോഴേക്കും അവരൊക്കെ പറയണത് ഇതാണ് വാള, അവർ ആറ്റുവാളേനെയാണ് വാളയെന്ന് പറയണത്. ഇതിന് തളയനെന്നോ പാമ്പാടയെന്നൊക്കെയാണ് അങ്ങോട്ടുള്ള പേര്. പക്ഷേ ഇത് നല്ല കിടില മീനാണ്. എന്തായാലും കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങി വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞായിരുന്നു അവരുടെ മാർക്കറ്റിലൊക്കെ അങ്ങനെ വാള വലിയ ഫേമസ് ഒന്നുമല്ല. അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ചന്ത കൂടുന്ന പരിപാടിയും കുറവാണെന്ന്. അവരിങ്ങനെ ഏതെങ്കിലും ഷോപ്പുകളിൽ പോയിട്ട് അവിടെ ഈ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീൻ വാങ്ങിക്കൊണ്ട് വന്ന് കറി വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇതുപോലെ ആയിരുന്നു ഞങ്ങളന്ന് വയനാട് പോയ സമയത്ത്. അവിടെ കരുവാട് നമ്മളിവിടെ കരുവാടെന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടെങ്കിലും ഈ കരുവാടിന് മാത്രമായിട്ട്, അതായത് ഉണക്കമീനിന് മാത്രമായിട്ട് ഒരു ഷോപ്പ് ഞങ്ങളുടെ ഈ നാട്ടിലൊന്നും അങ്ങനെ കാണാനില്ല. ഞങ്ങളന്ന് അവിടെ പോയ സമയത്തായിരുന്നു, നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇതിന് മാത്രം, ഉണക്കമീനിന് മാത്രം, അതായത് കരുവാടിന് മാത്രമായിട്ട് ഒരു ഷോപ്പ്. ഞങ്ങൾ അവിടെ കയറി നോക്കിയിട്ട് ഒരൊറ്റ കരുവാട് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവണില്ല എന്താണെന്നുള്ളത്. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കടക്കാരന് നമ്മളെ വലിയ മൈൻഡൊന്നുമില്ല. ഞങ്ങൾക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വരണമുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥലം അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ പോയി ഒരുപാട് ഷോ കാണിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഇത് വാങ്ങാനല്ലേ വന്നത്, നിങ്ങൾ എന്തെങ്കിലും മൈൻഡ് ചെയ്യാതിരിക്കണമെന്ന്. അപ്പോഴാണ് പുള്ളിക്കാരി ഞാൻ സത്യം പറഞ്ഞത്, ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ഈ നാട്ടുകാരല്ല തിരുവനന്തപുരംകാരാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ പേരുകളായിരിക്കുമല്ലോ ഞാൻ പറയണത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വാങ്ങൂലെന്നും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ മൈൻഡ് ചെയ്യാത്തതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അവരെത്രയോ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോഴേക്ക് ആകപ്പാട് അയലക്കരുവാടോ അങ്ങനെ എന്തോ ഒരെണ്ണം മാത്രമാണ് നമുക്ക് പിടികിട്ടിയത്, ബാക്കിയൊന്നും മനസ്സിലായില്ല.
അപ്പോൾ ഇതാ അങ്ങനെ എന്തായാലും അമ്മ വാള മീനെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊരിക്കാനും ഇഷ്ടമാണ്, കറി വയ്ക്കാനും ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറയില്ലേ വാള തല അവിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മ തലയും ബാക്കി സാധനങ്ങളൊക്കെ അവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് മയക്കി എടുക്കണം. ഞാൻ ഇന്നേ വരെ ചട്ടി വാങ്ങിച്ചിട്ട് മയക്കി എടുക്കുന്ന പരിപാടിയേ ചെയ്തിട്ടില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വയ്ക്കുമ്പോഴേക്കും അത് വെടിക്കുകയും അതിങ്ങനെ പൊട്ടിപ്പോവുകയും ചെയ്യും. അതിങ്ങനെ മയക്കി എടുക്കാത്തതുകൊണ്ടെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയ അറിവ്. അങ്ങനെ എന്തെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിന് ചട്ടി മയക്കി എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അതെനിക്ക് അവിടെ നിന്ന് ഒരാൾ, ചന്തയിലുള്ള ഒരാൾ പറഞ്ഞു തന്നതാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചട്ടി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണെങ്കിൽ അത്രയും നല്ലത്. വിറകടുപ്പൊക്കെ നമുക്കിപ്പോൾ ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനെ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിച്ച് ആ ചട്ടി ഫുള്ളൊന്ന് തേച്ചെടുക്കണം. അവർ ചട്ടിക്കകം മാത്രം തേക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ പുറം ഭാഗം കൂടെയൊക്കെ ഒന്ന് ആ എണ്ണ തേച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആ എണ്ണ കൊണ്ട് അതിനൊന്ന് ഫുള്ള് മെഴുകിയെടുക്കണം. അതാണ് കാര്യം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചൂടായി ആ എണ്ണ മൊത്തം അതങ്ങ് അബ്സോർബ് ചെയ്തെടുക്കുമല്ലോ. അത് കഴിയുമ്പോൾ വീണ്ടും ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. ആ എണ്ണ ഫുള്ള് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചും ഒക്കെ എടുക്കണം. അപ്പോൾ ആ ചട്ടിയുടെ ആ ഓരോ എന്താണെന്ന് പറയട്ടെ, ഓരോ അണുവിലും ഈ എണ്ണ അങ്ങ് ഇറങ്ങുമല്ലോ. അതേപോലെ നമ്മളിങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചെടുത്ത് വീണ്ടും ഒരല്പം കഴിയുമ്പോഴേക്ക് ഈ എണ്ണ മൊത്തം ആ ചട്ടി അങ്ങ് കുടിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഇതേ കാര്യം തന്നെ നമ്മളൊന്ന് ആവർത്തിക്കണം. വെളിച്ചെണ്ണയാണ് നല്ലതെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ നല്ലെണ്ണയും നല്ലതായിരിക്കാം എന്നെനിക്കൊന്നൊരു മനസ്സുണ്ട്. കാരണം നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ മയക്കി എടുക്കാനായിട്ട് നല്ലെണ്ണയാണല്ലോ യൂസ് ചെയ്യണത്. എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ എന്തായാലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കി കുറച്ച് സമയം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. കുറേ കഴിയുമ്പോഴേക്ക് ചട്ടി നന്നായിട്ട് ചൂടായി വരും. ഇപ്പം ഞാൻ നന്നായിട്ട് ചൂടാക്കി ഇങ്ങനെ എനിക്ക് അവർ പറഞ്ഞുതരാൻ കാര്യം എന്ന് പറയുമ്പോൾ ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച് ചട്ടിക്ക് എത്ര രൂപ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ് ചട്ടി വാങ്ങിച്ച്, പക്ഷേ ഗ്യാസ് അടുപ്പിൽ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇതങ്ങ് വെടിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞത് ചട്ടി ഒന്ന് മയക്കി എടുക്കണം, അല്ലാണ്ട് വെക്കണോണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരണത്. നിങ്ങൾ ചട്ടി മയക്കിയിട്ട് വെച്ചാൽ ഒരു പ്രശ്നവും വരില്ല. അതിലേറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. കുറേ രീതിയിൽ ചട്ടി മയക്കി എടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതങ്ങനെ അവർ പറഞ്ഞേക്കാളും കൂടുതൽ എണ്ണ ഒഴിച്ചെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എണ്ണ ഒഴിച്ച് ഒന്ന് കറക്കി അത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ എണ്ണ മൊത്തം അതങ്ങ് കുടിക്കണമുണ്ടായിരുന്നു. അങ്ങനെ ചട്ടി കാണാനും നല്ല, എനിക്ക് വലിയ ചട്ടിയേക്കാളും ഇതുപോലുള്ള കുഞ്ഞൻ ചട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ കറികളൊക്കെ വെക്കാമല്ലോ, രസം, മോര് കറി, പുളിശ്ശേരി, അങ്ങനെയൊക്കെ വെക്കാനായിട്ട് ഇതാണല്ലോ നല്ലത്. അതുപോലെ അച്ചാറുകളൊക്കെ വേണമെങ്കിൽ ഒക്കെ ഇടാം. അങ്ങനെ ചട്ടി അങ്ങനെ മയക്കി ചട്ടി ഒരു പരുവായി നല്ല തീ ഇങ്ങനെ കയറും എന്ന് തോന്നുമല്ലോ, ആ രീതി വരെ അതിനെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ചൂടാക്കി അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ മീനെല്ലാം കട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി മരിച്ചിനെ കൊത്തിയിരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ടാണ് ചട്ടി മയക്കൽ പ്രക്രിയയിലോട്ട് ഞാൻ കിടന്നത്. അങ്ങനെ ചട്ടിയിൽ ഫുള്ള് ഇങ്ങനെ ചട്ടി നിന്ന് കത്തും എന്ന് തോന്നുന്നൊരവസ്ഥ വരുമല്ലോ നമുക്ക്, നല്ല തീ കയറിയിട്ട്. ആ ഒരു രീതി ആയപ്പോഴേക്കും പിന്നെ എനിക്ക് പേടിയായി, ചട്ടി പൊട്ടിപ്പോകുമെന്ന് അവർ പറഞ്ഞ് ഇങ്ങനെ വേണം എടുക്കാനായിട്ടെന്ന്. അങ്ങനെ ഞാൻ ആ രീതിയിൽ ചട്ടിയെ ഒന്ന് മയക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് ഒരു പാട് പോലും ഇല്ല, മുഴുവൻ എണ്ണയും ചട്ടി കുടിച്ച്. അങ്ങനെ ചട്ടി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അമ്മ ഇതെല്ലാം ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നു. വാളയുടെ തലയും വാലും പിന്നെ അതിൻ്റെ വയറിൻ്റെ ആ ഒരു പോർഷനൊക്കെ ഉണ്ട്, ആ സംഭവങ്ങളൊക്കെ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിങ്ങനെ അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കീറിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട്, വേണമെങ്കിൽ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാളമീനും ഇവിടെ റെഡിയായി. വാളമീൻ വയ്ക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ അതിൽ വേറെ ഇങ്ങനെ ഒരുപാട് തക്കാളി, പച്ചമുളക്, ഈ വക ഐറ്റംസ് ഒന്നും അങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ചാളമീനിനെ അരച്ച് അത് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ചീരയും കൂടെ വെക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ചീര നമ്മുടെ മിക്സിയിലങ്ങ് അരിഞ്ഞെടുക്കാം, അതല്ലേ നല്ലത്. അപ്പോൾ കണ്ടില്ല 20 രൂപയുടെ ചീരയാണ്. അതിനെ തന്നെ 2 പോർഷൻ ആക്കിയിട്ട് 1 പോർഷൻ മാത്രമേ വെക്കണുള്ളൂ. ഇതൊക്കെ ഈ ഉച്ചയ്ക്ക് മാത്രമാണ് ഇവിടെ ചിലവാവണത്. രാത്രി ആയിക്കഴിഞ്ഞാൽ അമ്മ ചില സമയങ്ങളിൽ അമ്മയും ചോറ് കഴിക്കാറില്ല, ചേട്ടനാണെങ്കിൽ പിന്നെ ചോറെന്ന് പറഞ്ഞ സംഭവം തൊടാറില്ല രാത്രി. അപ്പോൾ പിന്നെ ഉച്ചത്തേക്ക് ഒരു നേരത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങ് വെച്ച് കളയാനും പറ്റില്ലല്ലോ. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഇതൊക്കെ ചെയ്യണതിന് മുന്നേ തന്നെ ചീര ഒന്ന് കഴുകി അതിനെ ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണമായിരുന്നു. ഞാനത് മറന്നുപോയി. അപ്പോൾ ചീര ഈ വെള്ളം വാർന്നു പോയില്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു പോകും പോലെ തോന്നും.
അങ്ങനെ പിന്നെ എന്തായാലും അത് നടന്നില്ല. ഇനി ഇതാ ഇപ്പോഴാണ് ചീര കഴുകിയിട്ട് നല്ലതുപോലെ വെള്ളം ഒന്ന് കുടഞ്ഞെടുക്കണം. മുന്നേ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചീര കഴുകിയിട്ട് ആ അശയിൽ കൊണ്ടങ്ങ് ഇട്ടിരിക്കും. അപ്പോഴത് അവിടെ കിടന്നിട്ട് അങ്ങ് നല്ല വെള്ളം വാർന്നു പോകുമല്ലോ. അങ്ങനെ ഇനി മരിച്ചിനി വടിച്ച് കളയാനുണ്ട്. മരിച്ചിനി നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ 2 വെള്ളം വടിച്ച് കളഞ്ഞിട്ട് മാത്രമേ എടുക്കാവൂ. ഞാനിങ്ങനെ പറയാനായിട്ട് കാരണം, ഒരു ചാനലിൽ ഒരാളുടെ വീഡിയോ കണ്ടപ്പോഴേക്കും അവർ പറയണത് കേട്ട് മരിച്ചിനി ഇങ്ങനെ വെള്ളം വാർന്ന് കളയണമെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് തന്നെയാണ് മരിച്ചിനി കറി വയ്ക്കുന്നത്. ഒരു വെള്ളം കളയാറൊന്നുമില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മരിച്ചിനിയിൽ അറിയാമല്ലോ, ചെറിയ രീതിയിൽ സയനൈഡ് പോലൊരു സംഭവമുണ്ട്. അത് കളയാൻ വേണ്ടിയാണ് മരിച്ചിനി തുറന്നു വെച്ച് തന്നെ വേവിക്കണം. വേവിച്ച് നല്ല തിളച്ച് വരുമ്പോഴേക്ക് ആദ്യത്തെ അതിൻ്റെ ഒരു കട്ടുണ്ട്, ആ കട്ട് നമ്മൾ കളയണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ അതിനെ തിളപ്പിച്ചെടുത്ത് ആ വെള്ളം കൂടെ കളഞ്ഞിട്ടെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ ആടൊക്കെ അറിയില്ലേ, പശു ആടും ഒന്നും മരിച്ചിനില കഴിക്കാറേ ഇല്ല. മരിച്ചിനില കഴിച്ചാൽ ആടൊക്കെ ചത്തു പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ, നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് മാത്രം ആടുണ്ടായിരുന്നെന്നറിയാമോ. ഞങ്ങളുടെ ഏരിയയിൽ ഫുള്ള് എല്ലാവർക്കും ആടില്ലാത്ത വീട് ഞങ്ങളുടെ നാട്ടിൽ കുറവായിരുന്നു. അത്രയ്ക്ക് എല്ലാ വീട്ടിലും, പുല്ലുകാട് എല്ലാ വീട്ടിലും ആടുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒരു മരം മുറിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അറിഞ്ഞാൽ മൊത്തം ആൾക്കാരും അവിടെ എത്തും കുഴ ഒടിക്കാനായിട്ട്. അതുമല്ല അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങൾക്ക് ഒരു ഈർക്കിലിനെ ഇങ്ങനെ നല്ല ഈർക്കിലല്ല, ഒരു കമ്പാണെന്ന് തോന്നുന്നു, അതിനെ ഇങ്ങനെ അറ്റവും കൂർപ്പിച്ച് തരും. അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആ പ്ലാവിൽ കുത്തി എടുക്കണം ആടിന് കൊടുക്കാനായിട്ട്. എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നറിയാമോ കുഞ്ഞിലെന്നേ. ഇപ്പോൾ തോന്നണം അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ആയിരുന്നു ഇപ്പോഴെൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്ളോഗായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതുപോലെ ഒരു സമയമാകുമ്പോൾ പിണ്ണാക്ക് വാങ്ങാൻ പോകണം. ജേഴ്സി പിണ്ണാക്കാണ് വാങ്ങണത്. അന്നൊക്കെ നമ്മുടെ കടകളിലൊക്കെ പിണ്ണാക്ക് സ്റ്റോക്കായിരുന്നു, എല്ലാവരും വാങ്ങാൻ ചെല്ലുമല്ലോ. ഇപ്പോഴാണ് ഒരു കടയിലും പിണ്ണാക്കില്ല. ഇപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ഇങ്ങനെ വളം കടകളിൽ, വളം ഡിപ്പോയിലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവിടെ മാത്രം കപ്പലണ്ടി പിണ്ണാക്കുണ്ട്. അല്ലാതെ ഇതൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മ പറയും പോയി ജേഴ്സി പിണ്ണാക്ക് വാങ്ങിച്ചിട്ടുണ്ടോ. അയ്യോ, കേൾക്കുമ്പോഴേ ദേഷ്യമാണ്, പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അന്ന് ഇങ്ങനെ നടന്ന് പോണതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും സ്വപ്നത്തിൽ പോലും ഇല്ല, വണ്ടിയെന്ന് പറയണതേ ഇല്ല. അങ്ങനെ നടന്നു പോയി ജേഴ്സി പിണ്ണാക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ അതിനെ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കും. പിറ്റേന്നെടുത്ത് അതിനെ ഞെരടി പിഴിഞ്ഞ് കഞ്ഞിയുള്ള എന്തൊക്കെയോ ചേർത്താണ് ആടിന് കൊടുക്കണത്. അപ്പോൾ അതൊക്കെ ഒരു കാലം. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്തൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഈ ചീര അതിലിട്ട് മിക്സിയിലിട്ട് ഒരു കറക്കുമ്പോഴേക്ക് ഒന്നിങ്ങി കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചീര ഇന്ന് അരിയണത്. അപ്പം ഞാൻ ചെറുതായിട്ടെന്നല്ല, ആ മൊത്തത്തോടെ ഇട്ടാൽ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ 1-2 പ്രാവശ്യം ബാക്കിലോട്ട് ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നല്ല തരിതരിയാ അരിഞ്ഞ് കിട്ടും. നമ്മൾ കുറേ കൂടുതൽ സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മഷി പോലെ, പിന്നെ നമുക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കുറുക്കിയെടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ചീര അതിലിട്ടൊക്കെ തോരത്തിനായിട്ടൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇനി ചീര തോരനും കൂടെ വെക്കണം. അതാണ് അടുത്ത ജോലി. അപ്പോഴേക്കും മരിച്ചിനി അടുത്ത് രണ്ടാമത് വീണ്ടും നല്ല തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കൂടെ ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം അതിനെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. നമ്മൾ മരിച്ചിനി ഉടച്ച് വെക്കണമെന്നാണ് പറയണത് ഇങ്ങനെ വെക്കണതിന്. അങ്ങനെ ബാക്കിയുള്ള വെള്ളവും കൂടെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇനി അതിന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഉടച്ചെടുത്താൽ നമ്മുടെ മരിച്ചിന് റെഡിയായി. ഇതിൽ ജീരകം ചേർക്കും, തേങ്ങാപ്പീര് ചേർക്കണവരൊക്കെ ഉണ്ട്. എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. മഞ്ഞൾപ്പൊടി മാത്രം ഇടണം, ഒരല്പം ഉപ്പും. അപ്പോഴേക്കും നല്ല വെണ്ണ പോലെ വെന്ത മരിച്ചിനി അവിടെ റെഡിയായി. അപ്പോൾ ഇനി ചീരത്തോരൻ വെക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് തോരൻ പരിപ്പും കൂടെ ഇട്ടിട്ട് ചീരത്തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് കുറച്ച് പരിപ്പ്, ഒരു പിടി പരിപ്പൊക്കെ മതിയായിരിക്കും. പരിപ്പെന്നല്ല, ഒരു പിടി തോരൻ പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കീരയും കൂടി ഇട്ട് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ കുക്കറിൽ ആ പരിപ്പൊക്കെ ഒന്നിട്ട് കൊണ്ട് നിന്നപ്പോഴാണ് വെള്ളം തീർന്നത്. അതുവരെ നല്ല സ്പീഡിന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു നിമിഷം കൊണ്ട് വെള്ളം നിന്ന്. അപ്പം ഞായറാഴ്ച വെള്ളം കാണൂല എന്നൊരു ന്യൂസ് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച വെള്ളം ഇല്ല എന്ന്. പക്ഷേ നമുക്കിവിടെ വെള്ളിയാഴ്ച ആയപ്പോഴേക്ക് വെള്ളം തീർന്നു. അങ്ങനെ തോരൻ പരിപ്പൊക്കെ വേവിച്ച് കുക്കറിലിട്ട് വേവിച്ച് ചട്ടിയിലാക്കിയിട്ട് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കീരയും കൂടെ അതിലേക്കിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പീര, ജീരകം, വെളുത്തുള്ളി, ഒരു പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി,
ഉപ്പ് ഇത്രയും സംഭവങ്ങളുടെ ഇട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ കീരത്തോരൻ റെഡിയായി. അങ്ങനെ ഇങ്ങനെ അടുക്കള ജോലിയൊക്കെ തീർന്ന് അതിനുശേഷം ഇനി അവിടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് അടുപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണമല്ലോ. അപ്പോൾ ഇനി ആ പരിപാടിയാണ് നടക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ മീൻ അവിച്ചതൊക്കെ അവിടെ റെഡിയായി, വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീരത്തോരനും കീരാണ്ട ബീട്രൂട്ട് പോലെ ഇരിക്കണം, അതിലിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ്. പിന്നെ വാളമീൻ വെച്ചത്, മരിച്ചിനി ഉടച്ചത്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും റെഡിയായി. ഇനി ഒന്ന് ചോറ് കഴിക്കണം. നല്ല വിശപ്പായി, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കറികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വിശപ്പ് ഒരു അരമണിക്കൂർ മുന്നേ കൂടും. അങ്ങനെ ഇനി ചോറ് കഴിക്കാൻ പോവുകയാണ്. അമ്മ അപ്പോൾ അതാ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പാത്രം എടുത്ത് പാത്രത്തിൽ ചോറിട്ട് ചീരത്തോരൻ വെച്ച് അതുപോലെ തന്നെ മരിച്ചിനി ഉടച്ചത് വെച്ച് ഇനി മീൻകറി വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് അവിച്ച് വെച്ചിരിക്കണം. അവിച്ചെന്ന് പറഞ്ഞാൽ വേവിച്ചെടുക്കണതാണ്, നമ്മളിതിനെ അവിച്ചെടുക്കണം എന്ന് പറയും. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ വെച്ച് പിന്നെ ഇനി 2 മുളക് വെക്കണമല്ലോ. ഈ മുളകല്ല, ഇത് മീനിൻ്റെ കൂടെ ഉള്ളത്, അല്ലാതെ നമ്മൾ ഈ തൈര് മുളക് അത് വറുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ തൈര് മുളക് വറുത്തതും ഒക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ചോറിതാ സൂപ്പറായി. ഇതൊക്കെയാണ് ഇനി കഴിക്കാൻ പോണത്. ചോറൊക്കെ തിന്ന് കുറച്ച് സമയം വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് ഇഷ്ടം പോലെ പുല്ല് പിടിക്കും. ഒരുപാട് വെള്ളം വീഴണോണ്ടായിരിക്കും. എത്ര പുല്ല് വെച്ച് കളഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ പുല്ല് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം. അതാണെങ്കിൽ നമുക്കിങ്ങനെ കൈകൊണ്ട് പിച്ചിയെടുക്കാനേ പറ്റുകയുള്ളൂ, പെട്ടെന്ന് ഇളകി വന്നോളും. അങ്ങനെ ഇനി ആ വക പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അത് മൊത്തം പിച്ചിക്കളയണം. അപ്പോഴേക്ക് നല്ല മഴക്കോളം വരണുണ്ട്. മഴ ഉറപ്പല്ലേ, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആണല്ലോ, തകർത്ത് തിമിർത്ത് മഴ പെയ്യണുണ്ട്. ഈ കുഞ്ഞൻ പുല്ലുണ്ടല്ലോ, തറ പറ്റി നിൽക്കണം, ആ പുല്ലാണ് ഇഷ്ടം പോലെ ഉള്ളത്. അത് ഈ പറയും പോലെ നുള്ളി എടുത്തെടുത്ത് ഉപ്പാട് വരും. ചില സമയം കരി വരുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോവും. എന്നാലും അവിടെ ആ ഭംഗിയായിട്ട് നിൽക്കുമ്പോഴല്ലേ കാണാൻ നല്ലത്. നമ്മളിത് ഇതേപോലെ റിസ്ക് എടുത്ത് വേണം അത് ചെയ്യാനായിട്ട്. റിസ്ക് എടുത്ത് നല്ല ടൈം എടുത്ത് കുറച്ചധികം സമയം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നു വരുമ്പോഴേക്ക്. പിന്നെ റോഡിലോട്ട് ഇറങ്ങി ഈ പറയും പോലെ ഈ ഒരു സൈഡ് നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പോൾ കുറച്ച് ദിവസം റോഡൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് അന്ന് ഉത്രാടത്തിൻ്റെ അന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം പിന്നെ റോഡൊന്നും തൂത്തില്ല. അപ്പോൾ എരിക്കിൻ്റെ ഇലകളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അതുമൊക്കെ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്ക് നല്ല ഇടിയെന്ന് വെച്ചാൽ ഇടിയും മിന്നലും ഭയങ്കര ബഹളമായിരുന്നു കുറച്ച് സമയത്തേക്ക്. ആകാശത്തോട്ട് നോക്കുമ്പോഴേക്കും ഇങ്ങനെ വേര് പോലെ മിന്നൽ കാണാമായിരുന്നു. അയ്യോ, കണ്ട് നല്ല രസമുണ്ട് ആ വേര് പോലെ വരണത് കാണാനായിട്ട്. അങ്ങനെ കുറേ സമയം ഇടിയും ചെറിയ മഴയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു സാധനവും കൊണ്ട് ആ പയ്യൻ വന്നിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് നിന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം അടുത്തത്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും ഓർഡർ ചെയ്ത് ഇന്ന് അതും കൊണ്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എന്തോന്നാണത് കാണണ്ടേ ഞാൻ വാങ്ങിയത്. അങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു പാക്കറ്റ് ഇനി പൊട്ടിച്ച് നോക്കാം. വേറൊന്നുമല്ല, നമ്മുടെ ചോപ്പറാണ് സംഭവം. ആ ചോപ്പർ ഉണ്ടല്ലോ നമ്മുടെ പകുതി ജോലി അടുക്കളയിലത്തത് കുറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഇതിൻ്റെ ഒരു ചെറിയ സൈസാണ് വാങ്ങിയത്. അന്ന് അതിന് 200 സംതിങ് റേറ്റ് ഉണ്ട്. ഇന്ന് നോക്കുമ്പോൾ 90 രൂപയ്ക്കൊക്കെയാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷം അത് ചീത്തയായപ്പോഴേക്കും നമ്മൾ ലുലു തുടങ്ങിയ സമയത്ത് ലുലുവിൽ പോയപ്പോൾ ഇത്രയുള്ള ഇത് എത്ര 350-400 രൂപയായിരുന്നു. നമ്മൾ ഓഫർ കിട്ടിയതല്ലേ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ പകുതി ജോലി കുറഞ്ഞതുപോലെയാണ്. തോരത്തിനൊക്കെ നമുക്ക് നിമിഷം കൊണ്ട് ഇതിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അങ്ങനെയുള്ള പല ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ കിട്ടിയതിൽ സന്തോഷം. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നല്ല റേറ്റ് കുറവാണ്. 180 രൂപയ്ക്കാണ് എനിക്ക് വലുത് കിട്ടിയത്. ഇപ്പോൾ നോക്കിയപ്പോഴേക്ക് 180 രൂപയ്ക്ക് ഈ ഒരു വലുതും ഇതിൻ്റെ ഒരു ചെറുതും കൂടെ ഓഫർ കിടക്കണ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് റിട്ടേൺ ചെയ്തിട്ട് അത് വാങ്ങാമോ എന്ന് വരെ വിചാരിച്ച് വേണ്ട, എന്തായാലും കൈ കിട്ടിയ സാധനത്തിന് ഇനി വിട്ട് കളയണ്ടെന്ന് തോന്നി. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.